friends, welcome to Aychu's new world. അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് അമൃതപ്പൊടി കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി കേക്ക് ഉണ്ടാക്കാം. അമൃതപ്പൊടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, അംഗനവാടിയിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടുന്ന ഒരു പൊടിയാണ് അമൃതപ്പൊടി. ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കുട്ടികൾക്ക് നല്ല എല്ലാവർക്കും കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പൊടിയാണ് ഈ അമൃതപ്പൊടി. അതുകൊണ്ട് നമുക്ക് പല വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അമൃതപ്പൊടി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിലും ഇതുപോലെ കേക്ക്, ലഡു, ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ കഴിക്കാൻ കുറച്ചും കൂടി ഇഷ്ടമുണ്ടാവും. അപ്പം ഞാനിന്ന് അമൃതപ്പൊടി കൊണ്ട് കേക്കാണ് ഉണ്ടാക്കുന്നത്. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്കാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ കേക്കിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് 1 കപ്പ് അമൃതപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളു ഉപ്പിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഞാൻ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ നമ്മുടെ കേക്ക് എല്ലാ സൈഡിലും ഒരേപോലെ പൊന്തി വരുള്ളൂ. അപ്പോൾ നമ്മൾ അരിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി ഒരു വലിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 3 മുട്ട പൊട്ടിച്ചിടാം. ഇനി ഈ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിങ്ങനത്തെ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ മുട്ട ഞാൻ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പിൻ്റെ മെഷർമെൻ്റ് ഉള്ള കപ്പിൽ 1/4 ഭാഗത്തോളം ഞാൻ പഞ്ചസാര പൊടിച്ചത് എടുത്തിട്ടുണ്ട്. നമ്മുടെ അമൃതപ്പൊടിക്ക് ഒരു ചെറിയ മധുരം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് മധുരം ചേർത്ത് കൊടുത്താൽ മതി. 1 കപ്പ് അമൃതപ്പൊടിക്ക് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് എടുത്താൽ മതിയാവും. ഇനി മുട്ട ബീറ്റ് ചെയ്തതിലേക്ക് കുറേശ്ശെ ഈ പഞ്ചസാര പൊടിച്ചത് ചേർത്തിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ടയും പഞ്ചസാരയും നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വാനില എസൻസ് ചേർത്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം നന്നായി ബീറ്റ് ചെയ്യണമെങ്കിൽ ആ മുട്ടയുടെ മണമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറി കിട്ടും. ഇനി നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം എല്ലതും ഞാൻ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓവറായിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഹാൻഡ് വിസ്ക് അല്ലെങ്കിൽ സ്പാച്ചില വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കരുത്, കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി റെഡി ആയിട്ടുണ്ട്. കട്ടൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് കേക്കിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് അൺസോൾട്ടഡ് ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം.
വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് ഈ പാത്രത്തിലൊന്ന് പുരട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗത്ത് മാത്രം ഇങ്ങനെ പുരട്ടി കൊടുത്താൽ മതി. സൈഡിലേക്കൊന്നും പുരട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. സൈഡിലേക്കൊക്കെ പുരട്ടി കൊടുത്താൽ കേക്കിൻ്റെ സൈഡൊക്കെ ക്രിസ്പി ആയിട്ട് മാറും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരിക്കലും ബാറ്റർ ഒഴിച്ചു കൊടുക്കരുത്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ പാത്രത്തിന് ഉണ്ടാകുന്ന ആ ചൂട് മതി ബാറ്റർ ഒഴിക്കുന്ന സമയത്ത്. ഇനി നമുക്ക് ഈ പാത്രം ഒന്ന് നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പഴയ ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതെ നമ്മൾ ബാറ്റർ ഒഴിച്ചിട്ടുള്ള സോസ് പാൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഫ്ലെയിം സിമ്മിലിട്ടിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് എന്തെങ്കിലും ഇതുപോലത്തെ വെയിറ്റ് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഇതൊരു 30-35 മിനിറ്റോളം നമുക്ക് സിമ്മിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കേക്ക് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വെന്തോന്ന് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കാം. അപ്പോൾ ടൂത്ത് പിക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ചൂട് പോയാൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ കേക്കിൻ്റെ ചൂടൊക്കെ ഒന്ന് വിട്ടിട്ടുണ്ട്. നമുക്ക് സോസ് പാനിൽ നിന്ന് മാറ്റാം. കേക്ക് നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അടിഭാഗമൊന്നും കരിയാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അമൃതപ്പൊടി കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.